ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു എഗ്ഗും മസാലയും സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ബൺ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിന് മുന്നേ കാണിച്ച വീഡിയോയിലുള്ള പോലെ ഞാൻ വീറ്റ് ഫ്ലോർ എടുത്തിട്ട് ഡോ ഉണ്ടാക്കുകയാണ്. അതായത് 2 ടേബിൾ സ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഈസ്റ്റും ഉപ്പും അതുപോലെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും നല്ല ഇളം ചൂടുള്ള വെള്ളവും ഒക്കെ ചേർത്ത് നന്നായിട്ട് മാവ് കുഴച്ചെടുത്ത് അത് നന്നായിട്ട് അടച്ച് വെച്ച് തുണി കൊണ്ടോ അല്ലെങ്കിൽ അടപ്പ് കൊണ്ടോ അടച്ച് വെച്ചിട്ട് അതെന്ത് ചെയ്യുക, 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇത് മുന്നത്തെ വീഡിയോകളിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചൂടായ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ഇഞ്ചി, അത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒരു ട്രാൻസ്പാരൻറ്റ് കളറായാൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ എന്ത് ചെയ്യുക, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴച്ചെടുക്കാം. എണ്ണ കുറച്ച് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തു. ഭയങ്കര ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് സോട്ടായി കിട്ടിയാൽ മതി. ഇതിലോട്ട് എന്ത് ചെയ്യുക, മല്ലിയിലും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പൊന്തി വന്നിട്ടുള്ള ഡോ എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കി വയ്ക്കാം. ഈ സമയം കൊണ്ട് കുക്കറിൽ നമുക്ക് ആവശ്യമുള്ള മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വയ്ക്കാം. പുഴുങ്ങിയ മുട്ട തൊലി കളഞ്ഞിട്ട് ഹാഫായിട്ടോ അല്ലെങ്കിൽ 1/4 ആയിട്ടോ നമുക്ക് മുറിച്ച് വെക്കാം കത്തി കൊണ്ട്. എന്നിട്ട് ഈ ഓരോ ബോൾസും എടുക്കുക. കൈകൊണ്ട് തന്നെ പരത്താവുന്നതാണ്. നമുക്ക് കൈകൊണ്ട് പരത്തിയിട്ട് അതിലോട്ട് എന്ത് ചെയ്യുക, ഈ 2 ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക. അതായത് ഒരു മുട്ടയും വെച്ച് കൊടുക്കുക, ഈ മസാലയും വെച്ച് കൊടുക്കുക. എത്രത്തോളം സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ ഇതിലോട്ട് ഇട്ടിട്ട് സ്പൈസി ആക്കാം. എനിക്ക് ചെറിയ കുട്ടികൾ കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ ബോളുകളും നമുക്ക് എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതായത് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 10-15 മിനിറ്റ് ആവുമല്ലോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യുക, ഒരുമിച്ച് പൊരിച്ചെടുക്കാം. ഈ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പ്ലേറ്റിൽ നമുക്ക് ഇത്തിരി പൊടി തൂവി കൊടുക്കണം. കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടുതലായിട്ടുള്ള രീതിയിലാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനെന്നാണ് തോന്നിയിട്ടുള്ളത്. കുറേ കുഴക്കേ പരത്തേ വാട്ടേ അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ, നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.